ഹീബ്രു ബൈബിളിൽ എലോഹിം എന്ന പദമാണ് ദൈവം എന്നതിന് പകരമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ട്രാൻസ്ലേഷന്റെ പരിമിതി കൊണ്ട് ദൈവം എന്നും ഗോഡ് എന്നുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നതിന് പകരം ആദിയിൽ എലോഹിം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നും, ഇംഗ്ലീഷിലാണെങ്കിൽ ഇൻ ദി ബിഗിനിങ് എലോഹിം ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത് എന്നുമാണ് ശരിക്കും വരേണ്ടിയിരുന്നത്. എലോഹിം എന്ന് വെച്ചാൽ ഇല്ലായ്മയിൽ നിന്നും എന്തും സൃഷ്ടിച്ചെടുക്കാനുള്ള കഴിവുള്ളവൻ എന്നാണ്. തൻ്റെ മക്കൾക്ക് താൻ സൃഷ്ടാവാണ്, ഇല്ലായ്മയിൽ നിന്നും എന്തും സൃഷ്ടിച്ചെടുക്കാനുള്ള കഴിവുള്ളവനാണ് എന്ന നേച്ചറിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ദൈവം എലോഹിം എന്ന പദം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ മിറക്കിൾ നമുക്കൊന്ന് പരിശോധിക്കാം. യഹോവ ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ചെടുത്തതുപോലെ തന്നെ യേശു ഇല്ലാത്ത വീഞ്ഞ് കൽഭരണികൾ സൃഷ്ടിച്ചെടുത്തു. യഹോവയുടെ നേച്ചർ തന്നെയാണ് യേശുവും കാണിച്ചത്. ഈ ഒരു നേച്ചർ യേശു പലയിടത്തും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. മണ്ണ് കുഴിച്ച് അന്ധനായ ഒരാൾക്ക് കാഴ്ച നൽകിയതുപോലെ ജന്മന അന്ധനും മൂകരുമൊക്കെയായ ഒരുപാട് പേർക്ക് യേശു സൗഖ്യം നൽകിയിട്ടുണ്ട്. ഇല്ലായ്മയിൽ നിന്നും ഇല്ലാത്ത സൗഖ്യം, ഇല്ലാത്ത കാര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാനുള്ള കഴിവ് നാച്ചുറലി യേശു ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു. പലതരത്തിലുള്ള ഇല്ലായ്മകൾ ഫേസ് ചെയ്യുമ്പോൾ കഴിവ് ഇല്ലായ്മയിൽ, അഭിവൃദ്ധി ഇല്ലായ്മയിൽ, സൗഖ്യം ഇല്ലായ്മയിൽ, സമാധാനവും സന്തോഷവും ഇല്ലായ്മയിലൊക്കെ നമ്മുടെ നോട്ടം യഹോവയെങ്കിൽ തന്നെ ആയിരിക്കട്ടെ. യഹോവ എന്ന എലോഹിമിൽ ആശ്രയിക്കുക. ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ചെടുക്കാൻ കഴിവുള്ള യഹോവയിലായിരിക്കട്ടെ നമ്മുടെ ആശ്രയം, നമ്മുടെ വിശ്വാസം. Fall in love with Jesus and fall in love with the word of God.